ഹലോ എവ്രി വൺ. ഫിനാൻഷ്യൽ ഇയർ 2023 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് വെല്ലുവിളികളുടെ കാലമായിരുന്നു. അത് നിങ്ങളും സമ്മതിക്കുന്ന കാര്യമായിരിക്കും അല്ലേ? പക്ഷേ എന്നാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആ കൊടുങ്കാറ്റുകളൊക്കെ മറികടന്ന് വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പോലെയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോടാണ്. DIIs അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് മികച്ച പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2023 DIIs 2.53 ലക്ഷം കോടി രൂപയുടെ ഷെയറുകൾ വാങ്ങുകയുണ്ടായി. ഫിനാൻഷ്യൽ ഇയർ 2022 2.21 ലക്ഷം കൂടുതലാണ് ഇത്. അതേസമയം FIIs ഫിനാൻഷ്യൽ 2023 40,413 കോടി രൂപയുടെയും ഫിനാൻഷ്യൽ 2022 1.4 ലക്ഷം കോടി രൂപയുടെയും ഷെയറുകൾ വിൽക്കുകയാണ് ചെയ്തത്. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറയാറല്ലേ? ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്വാർട്ടറിൽ DIIs ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5000 കോടിക്ക് മുകളിലാണ്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് CAGR 10% കൂടുതലാണ്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% കൂടുതലാണ്. പിന്നെ ഈ കിട്ടിയ കമ്പനികളിൽ നിന്നും DIIകൾ ഏറ്റവും കൂടുതൽ ഓഹരി വാങ്ങിയ 5 കമ്പനികൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ജൂലൈ 7, 2023 മാർക്കറ്റ് ക്ലോസിംഗ് പ്രകാരമുള്ള കണക്കുകളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. DIIs അവരുടെ ഹോൾഡിംഗ് ഏറ്റവും കൂടുതൽ കൂട്ടിയ കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കമ്പനിയാണ് ഊനോ മിൻഡ ലിമിറ്റഡ്. ഊനോ മിൻഡ ലിമിറ്റഡ് മുൻപ് മിൻഡ ഇൻഡസ്ട്രീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ഊനോ മിൻഡ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. ഇന്ത്യയിലെ മോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് ഓട്ടോ കമ്പോണന്റ് മാനുഫാക്ചേഴ്സിൽ ഒന്നാണ് ഊനോ മിൻഡ. ഇന്ന് കമ്പനിയുടെ ബിസിനസ് ഓട്ടോമോട്ടീവ് സ്വിച്ചസ്, ലൈറ്റിംഗ്, അക്കൂസ്റ്റിക്സ്, അലോയ് വീൽസ്, ഡീ കാസ്റ്റിംഗ്, സീറ്റിംഗ് സെഗ്മെന്റ്സ് തുടങ്ങിയവയിൽ വ്യാപിച്ചു കിടക്കുന്നു. DIIs മാർച്ച് 2023 ക്വാർട്ടറിൽ യൂനോ മിൻഡയിലുള്ള അവരുടെ ഓഹരി 2.64% ഉയർത്തുകയുണ്ടായി. ഇന്ന് ഏകദേശം എല്ലാ ബിസിനസ് സെഗ്മെന്റുകൾക്കും ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിയെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. 2 വീലേഴ്സിന്റെയും 4 വീലേഴ്സിന്റെയും സ്വിച്ചിംഗ് സിസ്റ്റം ബിസിനസ്സിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഊനോ മിൻഡ. അതിനായി അവർക്ക് 11 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. ഹോണുകളുടെ ബിസിനസ്സിൽ ഊനോ മിൻഡ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തുമാണ്. ഈ സെഗ്മെന്റിനായിട്ട് കമ്പനിക്ക് 6 മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ. ഓട്ടോമോട്ടീവ് ലൈറ്റിംഗ് ബിസിനസ്സിൽ കമ്പനി 8 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളോടെ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുമാണ്. ഇതുകൂടാതെ ഊനോ മിൻഡ പാസഞ്ചർ വാഹനങ്ങളുടെ അലോയ് വീൽ സെഗ്മെന്റിൽ മാർക്കറ്റ് ലീഡറാണ്. ഇതിനുള്ള ഡിമാൻഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് 6 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെയും ബസ്സുകളുടെയും 2 വീലറുകളുടെയും ഒക്കെ സീറ്റുകളുടെ ബിസിനസ്സിൽ 10ൽ കൂടുതൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളോടെ കമ്പനി ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ഫിനാൻഷ്യൽ ഇയർ 23 നോക്കിക്കഴിഞ്ഞാൽ 29% റവന്യൂ സ്വിച്ചിംഗ് ബിസിനസ്സിൽ നിന്നും, 23% ലൈറ്റിംഗ് ബിസിനസ്സിൽ നിന്നും, 19% വീൽ കാസ്റ്റിംഗ് ബിസിനസ്സിൽ നിന്നും, 7% അക്വസ്റ്റിക്സിൽ നിന്നും, 9% വാഹന സീറ്റ് ബിസിനസ്സിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഇത്രയും വൈവിധ്യമായ ബിസിനസ് സെഗ്മെന്റുകൾക്കും അവയിൽ ഏകദേശം എല്ലാത്തിലുമുള്ള ലീഡർഷിപ്പ് സ്ഥാനവും ഉള്ളതുകൊണ്ട് ഈ കമ്പനിയുടെ സെഗ്മെന്റ് വൈസ്, കസ്റ്റമർ വൈസ് ആൻഡ് പ്രൊഡക്റ്റ് വൈസ് കോൺസെൻട്രേഷൻ റിസ്കുകൾ കുറവായിരിക്കും. എന്നാൽ ഇന്ത്യൻ ഓട്ടോ സെക്ടറിന്റെ സൈക്ലിക്കൽ സ്വഭാവം ഊനോ മിൻഡയുടെ ബിസിനസ്സിന് ഒരു സ്വാഭാവിക റിസ്ക് കൊടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 23 കമ്പനിയുടെ ആകെ റവന്യൂവിന്റെ 83% ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓട്ടോ സെക്ടറിന്റെ സ്വാഭാവിക സൈക്ലിക് രീതി കമ്പനിയുടെ വരുമാനത്തെ ബാധിച്ചേക്കാം എന്ന് നമ്മൾ പറയുന്നത്. റഷ്യ-ഉക്രൈൻ യുദ്ധം എങ്ങനെയൊക്കെയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾക്ക് ക്ഷാമം ഉണ്ടാക്കിയത് എന്നും അതിന്റെ കൂടെ വന്ന വർദ്ധിച്ച ഇൻപുട്ട് കോസ്റ്റുകളും കൂടെ ആയപ്പോൾ മൊത്തം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വാല്യൂ ചെയിനിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ കമ്പനിക്ക് വലിയ റിസ്ക് ആയിട്ട് മാറിയേക്കാം. ഇനി നമുക്ക് കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽസ് നോക്കിയിട്ട് ഇതിന്റെ പിയേഴ്സുമായിട്ട്, ഇതിനോടൊപ്പം മത്സരിക്കുന്ന കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യാം. വാല്യൂഷന്റെ കാര്യത്തിൽ ഒരു വശത്ത് ഊനോ മിൻഡ പ്രീമിയം PE ആയ 49.8 ട്രേഡ് ചെയ്യുമ്പോൾ ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് 25.3 PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫിയം ഇൻഡസ്ട്രീസ് ആണെങ്കിൽ വെറും 16.9 PEയിൽ ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ഊനോ മിൻഡ 2 പിയേഴ്സിനെയും സെയിൽസ് വളർച്ചയുടെ കാര്യത്തിൽ പിന്നിലാക്കിയിട്ടുമുണ്ട്. റിട്ടേൺസിന്റെ കാര്യത്തിൽ ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് 75% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഊനോ മിൻഡ 11.1% റിട്ടേണും ഫിയം ഇൻഡസ്ട്രീസ് 17.5% റിട്ടേൺസുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നൽകിയത്. എന്നാൽ 5 വർഷ കാലാവധി എടുക്കുമ്പോൾ ഊനോ മിൻഡ 2 പിയേഴ്സിനെയും പിന്നിലാക്കിയിട്ടുണ്ട്. അടുത്ത കമ്പനി ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോം ഗ്രൗൺ ഡിസൈൻ ഫോക്കസ്ഡ് ഇലക്ട്രോണിക് സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ്. കമ്പനി മൊബൈൽ ഫോൺസ്, ഹോം അപ്ലയൻസസ്, CCTV, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ലൈറ്റിംഗ്സ് എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൂടാതെ സെറ്റ് ടോപ്പ് ബോക്സ്, സ്മാർട്ട് ഫോൺ, LED TV പാനൽ എന്നിവയുടെ റിപ്പയറിംഗിലും റീഫർബിഷ്മെന്റിലും ഏർപ്പെട്ടിരിക്കുന്നു. DIIs മാർച്ച് 2023 ക്വാർട്ടറിൽ ഡിക്സൺ ടെക്നോളജീസിൽ ഓഹരി 4.84% ഉയർത്തിയിട്ടുണ്ട്. നോയിഡ, ഡെറാഡൂൺ, തിരുപ്പതി പോലെയുള്ള നഗരങ്ങളിൽ ഡിക്സൺ പല മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. കമ്പനിക്ക് നിലവിൽ 2 ബിസിനസ് മോഡൽസ് ഉണ്ട്. ഒന്ന് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ OEM മോഡലും മറ്റേത് ഒറിജിനൽ ഡിസൈനിങ് മാനുഫാക്ചറർ മോഡലും.
OEM മോഡലിൽ ഡിക്സൺ കസ്റ്റമർ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് പ്രൊഡക്ട്സ് അസംബിൾ ചെയ്യുന്നു. ODM മോഡലിൽ പ്രൊഡക്റ്റ് ഡിസൈൻ മുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് എന്നിവയെല്ലാം ഇൻ ഹൗസ് ആയിട്ട് തന്നെ ചെയ്യുന്നു. ഈ വർഷം അതായത് ഫിനാൻഷ്യൽ ഇയർ 2023 കമ്പനി ഓപ്പറേഷൻസിൽ നിന്ന് 726 കോടി രൂപ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിളിലും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലുമുള്ള ഈ ടീമിന്റെ ശക്തമായ ഫോക്കസ് ആണ്. ഈ പീരീഡിൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് -2 ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിശയിച്ചു പോകും. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് ബില്ലുകളും പേയ്മെന്റുകളും കിട്ടുന്നതിനേക്കാൾ കുറച്ച് സമയത്തിനുള്ളിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് അർത്ഥം. അതൊരു നല്ല കാര്യമാണ്. ഇത് എങ്ങനെ കമ്പനിക്ക് ഗുണം ചെയ്യും? കമ്പനി 450 കോടിയുടെ കാപെക്സ് ഫണ്ട് ചെയ്തു ഇത് കാരണം. കൂടാതെ ഗ്രോസ് ഡെറ്റ് 275 കോടിയിലും താഴേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബിസിനസ് ആകുമ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസിൽ എപ്പോഴും പ്രഷർ ഉണ്ടാകും. ഈ Q4 കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ അവരുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഏകദേശം 11,700 രൂപയായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ വർഷം Q4 ഏകദേശം 14,000 ആയിരുന്നു. ഇത് ഫിനാൻഷ്യൽ ഇയർ 23 11,500 അടുത്തായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 22 16,400 ആയിരുന്നു. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കണക്കുകൾ നോക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ മത്സരിക്കുന്ന പിയർ ആയിട്ടുള്ള സിർമ SGS ടെക്നോളജിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാല്യൂഷന്റെ കാര്യത്തിൽ ഡിക്സൺ ടെക്നോളജീസ് പ്രീമിയം PE ആയ 99.1 ട്രേഡ് ചെയ്യുന്നു. എന്നാൽ സിർമ SGS ടെക്നോളജി 65.9 PE ട്രേഡ് ചെയ്യുന്നു. രണ്ട് കമ്പനികളുടെയും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അണ്ടർ കൺട്രോൾ തന്നെയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യത്തിൽ 22.4 റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഡിക്സൺ ടെക്നോളജീസിന് സിർമയേക്കാൾ ഒരു വലിയ മാർജിൻ ഉണ്ട് എന്നത് അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയെ കാണിക്കുന്നു. അപ്പോൾ അടുത്ത കമ്പനി കൊഫോർജ് ലിമിറ്റഡ്. ക്ലയൻസിന് എൻഡ് ടു എൻഡ് സോഫ്റ്റ്വെയർ സർവീസ് നൽകുന്ന ഒരു IT സെക്ടർ കമ്പനിയാണ് കൊഫോർജ്. ഇത് മുൻപ് NIIT ടെക്നോളജീസ് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. NIITയുടെ പ്രൊമോട്ടർമാർ ലേണിംഗ് ആൻഡ് നോളജ് സൊല്യൂഷൻ ബിസിനസ്സിൽ നിന്ന് സോഫ്റ്റ്വെയർ സർവീസസ് ബിസിനസ് ഡീമേർജ് ചെയ്ത് ഒരു പുതിയ ലീഗൽ എൻറ്റിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഏപ്രിൽ 2003 കൊഫോർജ് സ്ഥാപിക്കപ്പെട്ടു. കൊഫോർജിന് ഇന്ന് ബ്രിട്ടീഷ് എയർവേസ്, ദ ING ഗ്രൂപ്പ്, SEI ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനി, സേബർ കോർപ്പറേഷൻസ് തുടങ്ങിയ പ്രമുഖ ആഗോള ക്ലയൻസുകളുണ്ട്. കൊഫോർജ് USA, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, UK, ജർമ്മനി, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ സബ്സിഡിയറീസ് തുറന്നിട്ടുമുണ്ട്. കമ്പനിയുടെ റവന്യൂ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 31% റവന്യൂ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ നിന്നും, 23% റവന്യൂ ഇൻഷുറൻസ് സെക്ടറിൽ നിന്നും, 19% റവന്യൂ TTH അതായത് ട്രാവൽ, ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ നിന്നും, 28% റവന്യൂ മറ്റ് സെഗ്മെന്റുകളിൽ നിന്നും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർച്ച് 2023 ക്വാർട്ടറിൽ DIIs കൊഫോർജിൽ തങ്ങളുടെ ഓഹരി 5.47% ഉയർത്തിയിട്ടുണ്ട്. വർഷം തോറും കമ്പനി ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് പുതിയ ക്ലയൻസിനെ ചേർക്കുന്നു എന്നുള്ളതാണ് കൊഫോർജിനെ കുറിച്ച് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഫിനാൻഷ്യൽ ഇയർ 23 കൊഫോർജ് 44 പുതിയ ക്ലയൻസിനെ കൂടി ചേർത്തു. കൂടാതെ $1,265 മില്യൺ ഓർഡേഴ്സും ബുക്ക് ചെയ്തു. കഴിഞ്ഞ 6 വർഷങ്ങളിൽ കമ്പനി വാല്യൂ അടിസ്ഥാനത്തിൽ CAGR 18.5% പുതിയ ഓർഡേഴ്സ് കൂട്ടിയിട്ടുമുണ്ട്. രണ്ടാമതായി കൊഫോർജ് ടോപ്പ് ക്ലയൻസിൽ നിന്നും റവന്യൂ കോൺസെൻട്രേഷൻ പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇയർ 17 ഏകദേശം 45.3% നിന്നും ഫിനാൻഷ്യൽ ഇയർ 23 അത് 35.5% ആക്കി. പക്ഷേ കൊഫോർജിന് എപ്പോഴും ഈ ശക്തമായ വളർച്ച നിലനിർത്താൻ സാധിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയുടെ 31% റവന്യൂ BFS സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. കൊഫോർജിന്റെ BFS സെഗ്മെന്റ് ഫിനാൻഷ്യൽ 23 47% ആയിട്ട് വളരുകയുണ്ടായി. പക്ഷേ ആഗോളതലത്തിൽ കോസ്റ്റ് പ്രഷറും സാമ്പത്തിക പ്രതികൂലാവസ്ഥയും ഉള്ളത് കൊണ്ട് തന്നെ വളർച്ചയിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മാനേജ്മെന്റ് കരുതുന്നു. നമുക്ക് കൊഫോർജിന്റെ ഫിനാൻഷ്യൽസ് അതിന്റെ പിയർ കമ്പനിയായ പെർസിസ്റ്റന്റ് സിസ്റ്റംസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. വാല്യൂഷൻസിന്റെ കാര്യത്തിൽ രണ്ട് കമ്പനികളും ഒരേ PEയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. രണ്ട് കമ്പനികളുടെയും സെയിൽസ് ഗ്രോത്തും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഏകദേശം ഒരേപോലെയാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിന്റെ കാര്യത്തിൽ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് മെച്ചപ്പെട്ടതാണ്. IT സെക്ടർ കമ്പനികൾക്ക് ബാധകമായിട്ടുള്ള രണ്ട് മെട്രിക്സ് ഉണ്ട്. അട്രിഷൻ റേറ്റും DSOയും, അതായത് ഡേയ്സ് സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്ങും. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഈ വീഡിയോ കണ്ട ശേഷം ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇപ്പോൾ തന്നെ അറിയുന്നവർ കമന്റ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അട്രിഷൻ റേറ്റും DSOയും കുറവാണെങ്കിൽ അത് നല്ല ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നത് പോലെ കൊഫോർജ് അട്രിഷൻ റേറ്റിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാണെങ്കിലും പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ആണ് 61 ഡേ DSOയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ അടുത്ത കമ്പനി സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ്. പ്രധാനമായും ഓട്ടോമോട്ടീവ് സിസ്റ്റംസിന്റെയും അവയുടെ കമ്പോണന്റ്സിന്റെയും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയാണിത്. കമ്പനി വിവിധ തരം വാഹന വിഭാഗങ്ങൾക്കുള്ള അസംബ്ലീസ്, ഗിയേഴ്സ്, കൺവെൻഷണൽ ആൻഡ് മൈക്രോ ഹൈബ്രിഡ് മോട്ടോഴ്സ് എന്നിവയുടെ ഡിസൈനിങ്, മാനുഫാക്ചറിംഗ്, സപ്ലൈയിങ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ ബെൽറ്റ് സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ BSG സിസ്റ്റംസിന്റെയും ഇലക്ട്രിക് വെഹിക്കിൾ ട്രാക്ഷൻ മോട്ടോഴ്സിന്റെയും ബിസിനസ്സിലും ഇവർ ഏർപ്പെട്ടിരിക്കുന്നു. മാർച്ച് 2023 ക്വാർട്ടറിൽ DIIs സോന BLW പ്രിസിഷൻ ഫോർജിങ്സിന്റെ ഓഹരി 6.91% കൂട്ടുകയുണ്ടായി. കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് വിശദമായിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് സോന BLWന്റെ അനാലിസിസ് കാണാം. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ കമ്പനി കിർലോസ്കർ ഓയിൽ
ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡ്. ഈ കമ്പനി കിർലോസ്കർ ഗ്രൂപ്പിന്റെ പ്രധാന കമ്പനികളിൽ ഒന്നാണ്. ഡീസൽ എഞ്ചിനുകളുടെയും ഡീസൽ ജനറേറ്റർ സെറ്റുകളുടെയും മാനുഫാക്ചറിംഗിലും സർവീസിംഗിലും ഈ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഡീസൽ, പെട്രോൾ, കെറോസിൻ ബേസ്ഡ് പമ്പ് സെറ്റുകളും നിർമ്മിക്കുന്നു. മാർച്ച് 2023 ക്വാർട്ടറിൽ DIIs കിർലോസ്കർ ഓയിലിൽ ഓഹരി 13.29% കൂട്ടുകയുണ്ടായി. കിർലോസ്കർ ഓയിലിന്റെ ബിസിനസ് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ജെൻസെറ്റ് മാനുഫാക്ചേഴ്സിൽ ഒന്നാണ്. ജെൻസെറ്റ് എന്നാൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റേഴ്സ്. ഇതുകൂടാതെ 2017 കമ്പനി ലാഗജാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഭൂരിഭാഗം ഓഹരി അക്വയർ ചെയ്ത് ഇലക്ട്രിക് പമ്പ് മാർക്കറ്റിലേക്കും കടന്നു. 2022 കിർലോസ്കർ ഓയിൽ LGMലെ ബാക്കി ഓഹരിയും കൂടെ അക്വയർ ചെയ്തു. ലാഗജാർ മെഷീനറീസ് കിർലോസ്കറിന്റെ ബിസിനസിന് മികച്ച പിന്തുണയാണ് കൊടുത്തത്. ഫിനാൻഷ്യൽ ഇയർ 23 LGM ഏറ്റവും ഉയർന്ന എക്സ്പോർട്ട് സെയിൽസ് എന്ന നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. സമീപകാലത്ത് ഗുജറാത്ത് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് അവർ സൈൻ ചെയ്ത 145 കോടി രൂപയുടെ MOU സമഗ്ര തലത്തിൽ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസിന് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കമ്പനിക്ക് അതിന്റെ 2x 3y സ്ട്രാറ്റജി വഴി ഫിനാൻഷ്യൽ ഇയർ 2022 ഫിനാൻഷ്യൽ ഇയർ 2025 ഇടയിൽ 3250 കോടിയിൽ നിന്ന് 6500 കോടിയായി സെയിൽസ് ഇരട്ടിപ്പിക്കണം എന്നാണ്. ഇതിനോടൊപ്പം അവർക്ക് EBI TDA മാർജിൻസ് 8.4% നിന്നും ഡബിൾ ഡിജിറ്റ് ആക്കണം എന്നും ഉണ്ട്. ഇതിനായി കിർലോസ്കർ ഓയിൽ വളർച്ചയ്ക്കും മാർക്കറ്റ് ഷെയർ നേടാനുമുള്ള അവസരങ്ങൾ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി ഫിനാൻഷ്യൽ ഇയർ 23 50% ഇയർ ഓൺ ഇയർ വളർച്ചയിലൂടെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. കിർലോസ്കർ ഓയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് എൻഡ് യൂസർ ഇൻഡസ്ട്രിയുടെ സൈക്ലിക് സ്വഭാവം ഇവരെ ബാധിക്കാനുള്ള സാധ്യതയാണ്. കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയുടെ സ്വഭാവം കാരണം അതിന്റെ വളർച്ചാ സാധ്യതകൾ എല്ലാം എൻഡ് യൂസർമാരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കാപെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ്സ് വർഷം പോകുന്തോറും ഫ്ലാറ്റ് ആയി കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നിലുള്ള കാരണം അവരുടെ റിസീവബിൾസിന് വേണ്ടി നടത്തിയ വൺ ടൈം പ്രൊവിഷനായ 28.1 കോടിയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ പിയറായ ക്യുമിൻസ് ഇന്ത്യയുമായിട്ട് കണക്കുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. വാല്യൂഷൻസിന്റെ കാര്യത്തിൽ കിർലോസ്കർ ഓയിൽ താരതമ്യേന അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണപ്പെടുന്നു. എന്നാൽ കിർലോസ്കർ ഓയിലിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ക്യുമിൻസ് ഇന്ത്യ അപേക്ഷിച്ച് 1.41 ടൈംസ് എന്ന ഉയർന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ 22.3% റിട്ടേൺ ഓൺ ഇക്വിറ്റിയോടെ ക്യുമിൻസ് ഇന്ത്യ പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യത്തിൽ കിർലോസ്കർ ഓയിലിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് തരുന്നു. പിന്നെ ഒരു വർഷത്തിൽ കിർലോസ്കർ ഓയിൽ മികച്ച റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ക്യുമിൻസ് ഇന്ത്യയുടെ കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസ് CAGR വളരെയേറെ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കമ്പനികളിൽ ഏതിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൽ എത്രയൊക്കെ റിട്ടേൺസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ്സിൽ അറിയിക്കുമല്ലോ അല്ലേ. പിന്നെ പ്രത്യേകം ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൽ യാതൊരുവിധ ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും ഇല്ല എന്ന് പ്രത്യേകം ഓർക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.